ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ XC134845 ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ XC138455. പുതുവത്സര ബമ്പർ ലോട്ടറി നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ 20 കോടി രൂപ XC138455 നമ്പർ ടിക്കറ്റിന്. ടിക്കറ്റ് വിറ്റത് കോട്ടയം ഏജന്റായ എസ് സുദീപ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ നടക്കുക 9700 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഐ മധുസൂദൻ MLA ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണന്റെ ആരോപണം തള്ളി പാർട്ടി. ആരോപണം അവാസ്തവമെന്ന് CPIM നേതാവ് MV ജയരാജൻ. കുഞ്ഞികൃഷ്ണനെതിരെ ജില്ലയിൽ വ്യാപക പോസ്റ്ററുകൾ. ഒറ്റുകാരനെ നാട് തിരിച്ചറിയുമെന്ന് പോസ്റ്ററിൽ. ആരോപണം അപൂർവങ്ങളിൽ അപൂർവമെന്ന് KC വേണുഗോപാൽ MP. പ്രതിയെ CPIM സംരക്ഷിക്കുകയാണെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കാൻ അവസരം ഒരുക്കുകയാണെന്നും വിമർശനം. അപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാവും. അന്വേഷണത്തിന്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും. പ്രതികളെ സംരക്ഷിക്കാനുള്ള ഉന്നത സമ്മർദ്ദത്തിന് SIT വഴങ്ങുന്നുവെന്ന് KC വേണുഗോപാൽ. സ്വർണ്ണപ്പാളി കേസിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങുകയാണ്. ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട മോഷ്ടിക്കപ്പെട്ട ആ കേസിന്റെ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. ഷിംജിതയ്ക്കെതിരെ ഹണി ട്രാപ്പ് ആരോപണവുമായി ജീവനൊടുക്കിയ ദീപകിന്റെ കുടുംബം. ഷിംജിത മുൻപും ഹണി ട്രാപ്പ് വഴി ധനം സമ്പാദിച്ചതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ്. ദീപക് ഭീഷണി നേരിട്ടോ എന്നും അന്വേഷണം. ഷിംജിതയ്ക്കെതിരെ പരാതി നൽകി ബസ്സിലെ യാത്രക്കാരി. അനുവാദമില്ലാതെ മുഖം വീഡിയോയിൽ പകർത്തിയെന്ന് പരാതി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തലിന്റെ ജാമ്യ ഹർജിയിൽ വിധി 28-ന്. കോടതിയിൽ പുതിയ ശബ്ദരേഖ ഹാജരാക്കി പ്രതിഭാഗം. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം തെളിയിക്കുന്ന ശബ്ദരേഖയെന്ന് വാദം. അന്തിമ വിധി പുതിയ തെളിവിന്റെ ആധികാരികത പരിശോധിച്ച ശേഷമെന്ന് കോടതി. മാങ്കുടത്തലിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ അപേക്ഷ നൽകി SIT. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തലസ്ഥാനത്ത് നടപ്പാത തടസ്സപ്പെടുത്തി ഫ്ലക്സ് ബോർഡ് വെച്ചതിൽ കേസ്. BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയനെതിരെ. നടപടി പാളയം മുതൽ പുളിമൂട് വരെ പാതയിൽ തടസ്സമുണ്ടാക്കിയതിന്. BJPയുടെ വേദിയിൽ പ്രധാനമന്ത്രിയെ ഗൗനിച്ചില്ലെന്ന വാർത്തയിൽ വിശദീകരണവുമായി ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖ. നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ തുടർന്ന് അച്ചടക്കത്തിന്റെ ഭാഗമെന്നും വിശദീകരണം. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക, അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്.